പാഠം 727 നേരായ ചില വഴികൾ. ഹലോ, അതെ സത്യഭാമയാണ്. ആ, ദാമോദർ സാറായിരുന്നോ? ഇന്ന് സാർ രാവിലെ? ആ, പരിചയമുണ്ട്. വിദ്യാലക്ഷ്മി എന്നോട് ജോലി ചെയ്യണേ. അതെയോ? ഓ, ഞാൻ സംസാരിക്കാം. ശരി, ഞാൻ വിദ്യയോട് സംസാരിച്ചിട്ട് സാറിനെ വിളിക്കാം. ആ, സ്റ്റേറ്റ് ബാങ്കിലെ ദാമോദർ സാറിന്റെ ഇളയ മോനെ ഡിഗ്രിക്ക് പഠിക്കല്ലേ. അവൻ കണക്കിന് കുറച്ച് മോശം. വിദ്യാലക്ഷ്മിയുടെ സതീഷ് സാറിന്റെ അടുത്ത് അവനെ ട്യൂഷന് വിടാൻ ദാമോദർ സാറിന്റെ ഒരു ആഗ്രഹം. സതീഷ് സാറിന്റെ അടുത്താണെ പിള്ളേർ ക്യൂ ആണല്ലോ. ഒന്ന് ശുപാർശ ചെയ്യാമോ എന്ന് എന്നോട് ചോദിച്ചു. കഷ്ടം. ദാമോദരൻ സാറിനെ പോലെ വിവരമുള്ള ആളുകൾ ഇങ്ങനെ ചെയ്യുന്നതാണ് കഷ്ടം. എന്ത് കഷ്ടം? മോനെ ട്യൂഷൻ വിടുന്നതോ? അതെ, കുട്ടികൾ പഠിക്കേണ്ടത് കോളേജിൽ പോയിട്ടാണ്, ട്യൂഷന് പോയിട്ടല്ല. മകൻ കൃത്യമായി കോളേജിൽ പോകുന്നുണ്ടോ എന്ന് അന്വേഷിക്കാൻ പറയണം ദാമോദരൻ സാറിനോട്. ആമേ, എല്ലാ കാര്യങ്ങൾക്കും ഒരു നേരായ വഴിയുണ്ട്. ആ വഴിയിലൂടെ പോയാൽ ഒരു പ്രശ്നമില്ല. മോഹൻ സാറേ, ഉത്തമനാണല്ലോ. എന്താ ഈ നേരത്ത്? നമസ്കാരം സാർ. ഒരു ഭയങ്കര പ്രശ്നമുണ്ട്. അത് പറയാൻ ഞാൻ പറന്നിങ്ങ് വരികയായിരുന്നു. സാർ ആഫീസിലേക്ക് പോകുന്നതിന് മുമ്പേ എത്തിയില്ലെങ്കിൽ പ്രശ്നമാവുമെന്ന് കരുതി. എന്ത് പ്രശ്നം? സാറേ, ആ റൗഡി ഉടുമ്പ് ഭാർഗവന് സാറിന് ഓർമ്മയില്ലേ? ഉണ്ട്. അയാൾ ജയിലിലല്ലേ? ജയിലായിരുന്നു. 2 കൊല്ലത്തേക്കായിരുന്നല്ലോ അന്ന് ഭാർഗവനെ ശിക്ഷിച്ചത്. ശിക്ഷ വിധിച്ചതിന്റെ പിറ്റേന്ന് എന്നെ ഭാർഗവൻ അന്ന് ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്തിരുന്നു. അപ്പീലിന്റെ കൂടെ കൊടുത്ത ജാമ്യാപേക്ഷയിൽ മെനിയാന്ന് വിധിയായി. ഭാർഗവനെ ജാമ്യത്തിൽ വിട്ടു. ഇന്നലെ കക്ഷി പുറത്തിറങ്ങി. സാറിനോടുള്ള പഴയ ദേഷ്യം ഒട്ടും കുറഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത്. ഇന്നലെ കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ വന്നിരുന്നിട്ട് സാറിനെ തല്ലും എന്ന് പറഞ്ഞെന്നാണ് പറഞ്ഞത്. ആ, അന്ന് മോഹൻ സാറ് സാക്ഷി പറഞ്ഞത് കൊണ്ടല്ലേ ഈ ഭാർഗവനെ ശിക്ഷിച്ചത്. സാധാരണ അവനെ ആരെ എന്ത് ചെയ്താലും സാക്ഷി പറയാൻ ആളെ കിട്ടൂല. ജീവന് കൊതിയുള്ള ആരെങ്കിലും സാക്ഷി പറയാൻ ചെല്ലു വക്കീലേ? ഞാൻ കള്ളൊന്നും പറഞ്ഞില്ലല്ലോ. ഭാർഗവൻ നട റോഡിൽ വെച്ച് ശിവശങ്കരനെ തല്ലെന്ന് ഞാൻ കണ്ടു. അത് ഞാൻ കോടതി പോയി പറഞ്ഞു. ഞാൻ ഒരു ഗാന്ധിനാ, കള്ളം പറയാൻ പറ്റില്ല. സാർ ഒരൊറ്റ ആളിന്റെ മൊഴി കൊണ്ടാണ് ഭാർഗവനെ ശിക്ഷിച്ചത്. അതിന്റെ കലി ഭാർഗവന് സാറിനോട് ഇപ്പോഴും ഉണ്ട്. ഇന്നലെ ചായക്കടയിൽ വെച്ച് പരസ്യമായി അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് സാറ് സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഓ, അങ്ങനെ പഠിപ്പിക്കാൻ നോക്കണ്ട. ഞാൻ ഒരു വില്ലേജ് ഓഫീസറാ. എന്നെ എന്തെങ്കിലും ചെയ്യാമെന്ന ഭാർഗവൻ വിവരം അറിയും. നോക്കിയോ? ഞാൻ ഇറങ്ങുന്നു. വക്കീലെ ആള് ഭാർഗവനാണ്. ഒന്ന് സൂക്ഷിക്കുന്നതല്ലേ നല്ലത്. എങ്ങനെയെങ്കിലും സാറിനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. ഇങ്ങനെ ഒറ്റയ്ക്ക് ആഫീസിലേക്ക് പോകുന്ന ബുദ്ധിയല്ല. വഴിയിൽ എവിടെയെങ്കിലും ഭാർഗവൻ മറഞ്ഞു നിന്നാലോ? പകലാണോ വഴിയാണോ എന്നൊന്നും ഭാർഗവൻ നോക്കൂല. ഇതൊന്നും പറഞ്ഞ മോഹനയുടെ മനസ്സിലാവില്ല ഉത്തമ. പറ്റാനുള്ളത് പറ്റിയാലേ വില്ലേജർക്ക് മനസ്സിലാവുള്ളൂ. ഉത്തമ അറിഞ്ഞൂടെ സ്വഭാവം. 2 കൊല്ലത്തെ കഠിന തടവിന് ശിക്ഷിച്ചിട്ട് ഇപ്പം മാസം 4 ആയിട്ടുള്ളൂ കാഞ്ഞന സാറേ. പിന്നെങ്ങനെ ഭാർഗവൻ ഇത്ര പെട്ടെന്ന് പുറത്തിറങ്ങി? ശിക്ഷ കഴിഞ്ഞിട്ട് ഇറങ്ങിയതല്ല പ്രഫേ, ജാമ്യത്തിൽ ഇറങ്ങിയതാ. കോടതി ശിക്ഷിച്ചാലും അപ്പീൽ കൊടുക്കുമ്പോ ജാമ്യത്തിന് അപേക്ഷിക്കാം. ചുരുക്കത്തിൽ ഇനി മോഹനേഷ് സാറിന് വീടിന്റെ പുറത്തിറങ്ങണമെങ്കിൽ പോലീസ് പ്രൊട്ടക്ഷൻ വേണ്ടി വരും. ആള് ഭാർഗവനാ, പറഞ്ഞതുപോലെ ചെയ്യും. അല്ലെങ്കിൽ ഭാർഗവന് മേലും കീഴും നോക്കാനുണ്ടോ പ്രൊഫസറെ? ഒറ്റത്തടി പരമസുഖം. 2 കൊല്ലമല്ല 25 കൊല്ലം ജയിലിൽ കിടക്കാനും അവൻ റെഡിയാ. അങ്ങനെയുള്ള ഒരുത്തനുമായിട്ട് വഴക്കിന് പോയാലേ പേടിക്കേണ്ടി വരും. അല്ല, അന്ന് അയാൾക്കെതിരെ സാക്ഷി പറയാൻ പോകേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു സാറിന്? നമ്മുടെ നാട്ടിൽ എത്രയോ അടിയും വഴക്കും കുത്തും കൊലപാതകവും ഒക്കെ നടക്കുന്നു. അതൊക്കെ അതിന്റെ വഴിക്കങ്ങ് നടക്കും. കണ്ടില്ലെന്ന് നടിച്ച് സ്വന്തം കാര്യം നോക്കി നടന്ന അത്രയും നല്ലത്. ഇതൊന്നും മോഹനേശ്വർ സാറിനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കാഞ്ചന സാറേ. സാറിന് എവിടെയെങ്കിലും ഒരു അന്യായം കണ്ട അപ്പൊ തന്നെ ചോദിക്കണം. അതിന്റെ വരും വരായികൾ ആലോചിക്കുകയില്ല. അങ്ങനെ പെരുമാറുമ്പോഴേ ഇങ്ങനെ ഇരിക്കും. മോഹനേഷ് സാറിനെ തല്ലുവെന്ന് പരസ്യമായിട്ട് ഭാർഗവൻ പറഞ്ഞ സ്ഥിതിക്ക് ഇനി എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. പറഞ്ഞ പോലെ സംഭവിക്കുന്നത്. നമസ്കാരം സാർ. നമസ്കാരം. ഭാർഗവൻ എന്നെ തല്ലുന്നത് കണ്ടാലേ സ്വയംപ്രഭയ്ക്ക് സന്തോഷമാകൂ എന്നാണോ? അയ്യോ, അങ്ങനെയല്ല സാറേ. പല സ്ഥലത്തും ഭാർഗവൻ സാറിന്റെ കാര്യം പറഞ്ഞത് കേട്ടു. അങ്ങനെ പറയുമ്പോ അതിലെന്തെങ്കിലും കാര്യം കാണുമല്ലോ.
ഞാൻ ഒരു വില്ലേജ് ഓഫീസറാണ്. എന്നെ എന്തെങ്കിലും ചെയ്താൽ ഭാർഗവൻ വിവരം അറിയും. സാറേ, ഭാർഗവൻ എന്ത് വിവരം അറിയാനാ? മുകളിൽ ആകാശം താഴെ ഭൂമി എന്ന് പറഞ്ഞ് നടക്കുന്നവനല്ലേ അവൻ. പക്ഷെ എന്നെ എന്തെങ്കിലും ഞാൻ നാട്ടിൽ നോക്കിക്കോ. ആളുകൾക്കൊക്കെ എന്നോട് ഭയങ്കര സ്നേഹവും ബഹുമാനവുമാണ്. സ്നേഹത്തിന്റെ ബഹുമാനത്തിന്റെ കാര്യമൊന്നും പറയണ്ട സാറേ. സപ്ലൈ ഓഫീസിൽ പണ്ടുണ്ടായിരുന്ന ബഷീർ സാറിന് ഓർമ്മയുണ്ടോ? നല്ല മനുഷ്യനായിരുന്നു, സത്യസന്ധനായിരുന്നു, ആളുകൾക്കൊക്കെ വലിയ ഇഷ്ടമായിരുന്നു. പക്ഷേ സപ്ലൈ ഓഫീസിന്റെ മുന്നിൽ വെച്ച് ഈ ഭാർഗവൻ ബഷീർ സാറിനെ തല്ലിയപ്പോഴേ സകലവരും നോക്കി നിന്നില്ലേ? പിടിച്ചു മാറ്റാൻ ഒരാള് പോലും പോയില്ല. എല്ലാവർക്കും അവരുടെ പ്രാണനല്ലേ സാറേ വലുത്. ജീവൻ പണയം വെച്ച് ഒരാള് സഹായിക്കാൻ വരില്ല. പിന്നെ സപ്ലൈ ഓഫീസിലെ ബഷീർ സാറിനെ പോലെ ഞാൻ എന്നോട് കളിക്കുന്നത് ഭാർഗവൻ വേണ്ടേ? ശശിപാലൻ ചേട്ടാ, മോഹനേഷ് സാർ നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല. നല്ല ധൈര്യശാലിയാ. വെട്ടാൻ വരുന്ന പോത്തിനോട് വേദം ഓതിയിട്ട് എന്താ പ്രഭേ കാര്യം? ഭാർഗവൻ വരുമ്പോഴേക്ക് ഈ ധൈര്യമൊക്കെ അങ്ങ് പോവും. എന്റെ ഈശ്വര, ഭാർഗവൻ ഇങ്ങോട്ട് കയറി വരാതിരുന്ന മതിയായിരുന്നു. ശശിപാലൻ ചേട്ടാ, ദേ വിളിക്കുന്ന ചെല്ല് ചെല്ല് ശശിപാലൻ ചേട്ടാ. അല്ല കഞ്ഞന സാറേ, ഭാർഗവിനി ഇങ്ങോട്ട് കയറി വരുമോ? അയ്യോ, വന്നാൽ നമ്മൾ ഇനി എന്ത് ചെയ്യും? വരുമോ? ആ, അതിന് ഭാർഗവനും നമ്മളും തമ്മിൽ ഒരു പ്രശ്നമില്ലല്ലോ. മോഹനേഷ സാറും ഭാർഗവനും തമ്മിലുള്ള പ്രശ്നം അവരങ്ങ് തീർക്കട്ടെ. തീർക്കട്ടല്ലേ? വരുമോ? സാറ് വിളിച്ചു. ഈ ഭാർഗവൻ കൊണ്ട് സപ്ലൈ ഓഫീസിൽ കയറി ബഷീർ സാറിന് തല്ലിയപ്പോ മറ്റുള്ളവർ നോക്കി നിന്നു എന്നല്ലേ പറഞ്ഞത്? അല്ലാതെ എന്ത് ചെയ്യാനാ സാറേ? ഭാർഗവന് ഇടം വല്ല നോക്കേണ്ട കാര്യമുണ്ടോ? ആരെങ്കിലും തടയാൻ ചെന്നാൽ അയാളെയും വെട്ടും. ജീവനി കൊതിയുള്ള ആരെങ്കിലും അടുക്കോ സാർ? മറ്റേ സപ്ലൈ ഓഫീസ് പോലല്ലോ വലിയ ഓഫീസ്. ഇവിടെ നമ്മളൊക്കെ തമ്മിൽ ഭയങ്കര സ്നേഹമല്ലേ. അതുകൊണ്ട് ഭാർഗവ ഇവിടെ നിന്നാലും നമ്മൾ ഒരുമിച്ചിരിക്കുമല്ലോ അല്ലേ ശിശുപാല? ഞാൻ നിൽക്കില്ല. എന്താ ഉള്ളത് പറയാനല്ലോ സാറേ, ഞാൻ നിൽക്കില്ല. കെട്ടിയോളും 2 പിള്ളേരും ഉള്ളതാ. എൻ്റെ ഒരേ ഒരാളുടെ വരുമാനത്തിൽ അവർ ജീവിക്കുന്നത്. ഇപ്പോൾ സാറിനെ രക്ഷിക്കാൻ നോക്കി ഭാർഗവന്റെ വെട്ടുകൊണ്ട് ചാവാനൊന്നും എനിക്ക് പറ്റില്ല. അങ്ങനെ എൻ്റെ ഭാര്യയ്ക്ക് സർക്കാർ ജോലി കിട്ടാനുള്ള ഒരു അവസരം കൊടുക്കാനും ഞാൻ തയ്യാറല്ല. ശിശുപാല, സാറിനാകുമ്പോൾ പേടിക്കാനൊന്നുമില്ലല്ലോ. സാറില്ലെങ്കിലും വക്കീലിന് സുഖമായിട്ട് ജീവിക്കാനുള്ള കാശ് കയ്യിലുണ്ട്. ഞാൻ വരട്ടെ സാറേ. ഈശ്വര, ഹലോ, ആ അതെ, ഉത്തമനാണ്. ആ, ഗോപാലൻകുട്ടി ചേട്ടാ, ഞാൻ അങ്ങോട്ട് വരാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ഗോപാലൻകുട്ടി ചേട്ടാ എവിടെ ഉണ്ട്? ആണാ? അപ്പൊ അവിടെ തന്നെ ഇല്ലേ? ഒരു 10 മിനിറ്റിൽ ഞാൻ അവിടെ എത്തും. ശരി 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 ശരി, ഓക്കെ. ഭാർഗവനല്ലേ അത്? നമസ്കാരമുണ്ട് ഭാർഗവ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? നീ ജാമ്യത്തിൽ ഇറങ്ങിയ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. ജയിലിൽ എല്ലാവർക്കും സുഖമല്ലേ? അല്ല, എങ്ങോട്ട് രാവിലെ? ഞാൻ വില്ലേജ് ഓഫീസിലേക്കാ. വില്ലേജ് ഓഫീസിലേക്കാ? എന്തിന്? മോഹനേഷ സാറിനൊന്ന് കാണണം. ഇനി അത് വച്ച് താമസിക്കാൻ പറ്റില്ല. അല്ല, അത് പിന്നെ ഭാർഗവ, നീ അവിവേകം ഒന്നും കാണിക്കരുത്.
എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. ഉത്തമന്റെ കാര്യം നോക്കിയാൽ മതി. ഓ. ഈശ്വരാ, സംഗതി കുഴപ്പമാവൂ. ഹലോ. ആ സാറേ, ഞാനാണേ ഉത്തമൻ. എന്താ ഉത്തമ? സാറേ, നമ്മുടെ ഭാർഗവൻ സാറിനെ കാണാൻ അങ്ങോട്ട് വന്നിട്ടുണ്ട്. എങ്ങോട്ട്? വില്ലേജ് ഓഫീസിലോട്ട്. എപ്പോ? ഇപ്പൊ അങ്ങ് പോയതേ ഉള്ളൂ. അവന്റെ മട്ടും ഭാവവും ഒക്കെ കുറച്ച് പെശകാണ് സാറേ. ഒരു 10 മിനിറ്റിനുള്ളിൽ അവൻ അവിടെ എത്തും. സാറേ, ആള് ഭാർഗവനായതുകൊണ്ട് പറയാണ്, തൽക്കാലം അവിടെ നിന്ന് മാറി നിൽക്കുന്നതാണ് ബുദ്ധി. നമ്മൾ എന്തിനാണ് അറിഞ്ഞുകൊണ്ടൊരു പ്രശ്നം ഉണ്ടാക്കുന്നത്? തല ഇങ്ങോട്ട് വരണ്ട്. വിവരം അറിയും. അയ്യോ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി എല്ലാം സാറിന്റെ ഇഷ്ടം. പിന്നെ ഉത്തമ, ഭഗവാനെ, വില്ലേജ് ഓഫീസിൽ കയറി വില്ലേജ് ഓഫീസറെ തല്ലിയ നാട്ടുകാരറിഞ്ഞാൽ ഇതേ മാർഗമുള്ളൂ. ശിശുപാല, ഞാന് ഒരു സ്ഥലം വരെ പോവുകയാണ്. ഇപ്പോഴും എവിടെയാ സാറേ? താലൂക്ക് ഓഫീസിലേക്ക്. താലൂക്ക് ഓഫീസില് നാളെ പോണെന്നല്ലേ സാറ് പറഞ്ഞത്? ഇന്ന് താലൂക്ക് ഓഫീസിൽ പോകാൻ പാടില്ല എന്നുണ്ടോ? ഇല്ല. ആദ്യം അന്വേഷിച്ച ഞാൻ കൊറേ കഴിഞ്ഞ വരും പറഞ്ഞാൽ മതി. സാറേ, വിജയൻ ചേട്ടൻ വരുമെന്ന് പറഞ്ഞിരുന്നു പോക്കുവരവിന്റെ കാര്യത്തിന്. എന്താ പറയേണ്ടത്? വിജയനോട് നാളെ വരാൻ പറഞ്ഞാൽ മതി. നാളെയോ? ഇന്ന് വരെ സാറാ പറഞ്ഞത്. അത് ഇന്നലെ പറഞ്ഞല്ലേ? ഇന്നലെ പറഞ്ഞു. ഇന്ന് നടക്കണമെന്നുണ്ടോ? അതുകൊണ്ട് എന്നെ അന്വേഷിച്ച് ആര് വന്നാലും ഞാനിവിടെ ഇല്ലേ എന്ന് പറഞ്ഞാൽ മതി. പിന്നെ എവിടെ പോയെന്ന് ആരെങ്കിലും ചോദിച്ചാ അറിയില്ലെന്നൊക്കെ പറഞ്ഞാൽ മതി. ഇതെന്താ ശിശുപാലൻ ചേട്ടാ പതിവില്ലാത്തൊരു താലൂക്ക് ഓഫീസിൽ പോക്ക്? എന്തോ കാര്യമുണ്ടല്ലോ. ആള് മോഹനേഷൻ സാറല്ലേ, ഓരോ സമയത്ത് ഓരോ തോന്നല. ഇതെന്താ സാറേ ഈ നേരത്ത്? ഓഫീസ് അവധിയാണോ? ഒരു വില്ലേജ് ഓഫീസർ റോഡിലൂടെ നടന്നു പോയാൽ അതിനർത്ഥം വില്ലേജ് ഓഫീസിന് അവധിയാണ് എന്നല്ല. വില്ലേജ് ഓഫീസർക്ക് മറ്റെവിടെയോ പോകേണ്ട ആവശ്യമുണ്ട് എന്നാണ് അർത്ഥം. അല്ല, ഈ സമയത്ത് സാറിന് റോഡിലൊന്നും കാണാറില്ല, അതുകൊണ്ട് ചോദിച്ചതാ. ഞാൻ ഒരു ഇന്ത്യൻ പൗരനാണ്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഈ രാജ്യത്ത് എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള അവകാശമുണ്ട്. മേലിൽ ഇമാതിരി ചോദ്യങ്ങൾ ചോദിച്ച് എന്റെ അടുത്ത് വരരുത്. ഓ, ഒട്ടും വൈകിയില്ല, കൃത്യമായി എത്തി. എന്താ നട റോഡിൽ വെച്ചവരെന്നെ തല്ലിയ പിന്നെ ജീവിച്ചിട്ട് കാര്യമല്ല. 1, 2, 3, 4. ഇതെന്താ സാറേ ഇങ്ങോട്ട്? സാറാദ്യം അങ്ങോട്ടല്ലേ പോയത്? ഒരു മിനിറ്റ് മുമ്പേ രാജീവിനോട് പറഞ്ഞതാണ് ഒരു ഇന്ത്യൻ പൗരന് ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കാൻ അവകാശമുണ്ട്. ഈശ്വര,
ഇത് എവിടെ നിന്ന് പ്രത്യക്ഷപ്പെട്ട് സാർ ഇങ്ങനെ ഓടിയാലോ? അവിടെ നിൽക്കിയ കാര്യം പറയട്ടെ. ഇവൻ രണ്ടും കൽപ്പിച്ച എന്താ ചെയ്യുക? സാറേ അവിടെ നിൽക്കേ. സാറേ അവിടെ നിൽക്കേ. അവിടെ നിൽക്കേ. അങ്ങോട്ടില്ല. സാറേ യവൻ എന്നെ ജീവിക്കാൻ സമ്മതിക്കൂല. അങ്ങോട്ടല്ല. മനുഷ്യൻ പ്രാണപ്രാണത്തി ഓടുമ്പോ ഇതുമാതിരി ഓരോ ചോദ്യങ്ങൾ ചോദിച്ചു വന്നാൽ രാജ്യം അറിയും. പിന്നെ ഭാർഗവ ഞാൻ ഇങ്ങോട്ട് ഇടതോട്ട് പോയിന്ന് പറഞ്ഞാൽ മതി. ഇതുവഴി വരുന്നേ? ഭാർഗവൻ ഒരു ഇന്ത്യൻ പൗരനാണല്ലോ. അപ്പൊ ഭാർഗവനും ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കാൻ അവകാശമുണ്ട്. അങ്ങോട്ട് പോണ്ട, വലത്തോട്ട്. ഇടത്തോട്ട് പോയെന്ന് പറയാനല്ലേ സാറ് പറഞ്ഞത്? പിന്നെ സാർ എന്തിനാ വലത്തോട്ട് പോയത്? ഓ, ഈ മോഹനകൃഷ്ണൻ സാറിന്റെ കാര്യം. അതെ, നമ്മുടെ വില്ലേജ് ഓഫീസർ മോഹനകൃഷ്ണൻ സാറ് ഇതിലെ വന്നിട്ട് എങ്ങോട്ടാ പോയേ? അത് പിന്നെ ഇടത്തോട്ട് പോയെന്ന് പറയാനാ സാറ് പറഞ്ഞത്. പക്ഷെ സാറ് പോയത് വലത്തോട്ടാ. അബദ്ധം പറ്റിയതായിരിക്കും. എന്താ ചെയ്യുക? തൽക്കാലം വലിയ ഓഫീസിലേക്ക് പോകാൻ പറ്റില്ല. താലൂക്ക് ഓഫീസിലേക്ക് പോയാലേ ശരിയാവൂ. സാറേ ഈശ്വര, പാമൂറ്റയ്ക്കായി പോവല്ലോ. എന്ത് ചെയ്യും? എതിരിടുകയല്ലാതെ മറ്റു മാർഗമില്ല. അതെ അതെ, അത് തന്നെയാ വേണ്ടത്. എന്തായാലും ഇത്ര പെട്ടെന്ന് ഈ പ്രശ്നത്തിൽ തീരുമാനം ഉണ്ടാവും ഞാൻ കരുതിയില്ല. വളരെ സന്തോഷം. ഇതറിയുമ്പോ മോനൊരു സന്തോഷാവും. മോനടാ, ഇതെന്താ ഈ നേരത്തെ ഓഫീസിൽ പോയില്ലേ? പോയി. പക്ഷേ ഓഫീസിലെ പ്രശ്നം ആരെങ്കിലും വന്നാ ഞാൻ ഇവിടെ പറഞ്ഞാൽ മതി. ഇങ്ങോട്ട് വാ. ആ ഭാഗം ഇതൊരു വരും. ഞാൻ ഇങ്ങോട്ടല്ല വന്നത്, ഞാൻ പഞ്ചായത്ത് താലൂക്ക് ഓഫീസിലാണ് പോയെന്ന് പറഞ്ഞാൽ മതി. ഭാർഗവൻ ഇങ്ങോട്ട് വരുന്നത് എങ്ങനെയാ? അയാൾ വില്ലേജ് ഓഫീസിലേക്കല്ലേ പോയിരിക്കുന്നത്? വില്ലേജ് ഓഫീസിലേക്കോ? അറിയാം. എന്റെ മോഹനേട്ടാ, രാവിലെ മോഹനയുടെ പോയി കഴിഞ്ഞപ്പോ തന്നെ ഞാൻ എസ് എ ഗോവിന്ദൻകുട്ടി വിളിച്ച് കാര്യം പറഞ്ഞിരുന്നു. ഇന്നലെ ചായക്കട വെച്ച് ഭാർഗവൻ ഭീഷണിപ്പെടുത്തിയ കാര്യവും ഞാൻ പറഞ്ഞു. അത് കേട്ടപാടെ എസ് എ ഗോവിന്ദൻകുട്ടി ഭാർഗവന്റെ വീട്ടിലേക്ക് ചെന്നു. ഭാർഗവൻ എസ് എയുടെ കാല് പിടിച്ചെന്നാ പറഞ്ഞത്. ഇന്നലെ ചായക്കട വെച്ച് നാട്ടുകാരുടെ മുന്നിൽ ആളാവാൻ വേണ്ടി പറഞ്ഞതാണ്. ഇനി ഒരു പ്രശ്നത്തിന് ഞാൻ ഇല്ല സാറേ എന്ന് പറഞ്ഞു. അപ്പൊ എസ് എ ഗോവിന്ദൻകുട്ടിയാണ് വില്ലേജ് ഓഫീസിൽ പോയി മോഹനേട്ടനോട് ക്ഷമ ചോദിക്കാൻ പറഞ്ഞത്. അങ്ങനെ ക്ഷമ ചോദിച്ചെങ്കിൽ ഭാർഗവന്റെ കൈയും കാലും ചവിട്ടി ഓടിക്കുന്ന എസ് ഐ പറഞ്ഞില്ലേ? ആ, ഇപ്പൊ എസ് ഐ വിളിച്ചത്. ഞങ്ങൾ ആ കാര്യം സംസാരിച്ചോണ്ടിരിക്കായിരുന്നു. ഭാർഗവൻ വില്ലേജ് ഓഫീസിലേക്ക് പോയിട്ടുണ്ട്. അതറിയുന്നേരത്ത് ഞാൻ നോക്കാം. നമസ്കാരം സാറേ. നമസ്കാരം. എന്താണ് ഭാർഗവൻ? അല്ല, ഞാൻ സാറിനൊന്ന് കാണാൻ വന്നതാ. സാറ് തന്നെ എന്നെ കണ്ടപ്പോ ഓടിയത്. ഓടിയോ? ഞാനോ? എന്തിന്? ഞാൻ ഭാർഗവനെ കണ്ടില്ലല്ലോ. ഭാർഗവൻ എവിടെയായിരുന്നു? പഞ്ചായത്ത് ഓഫീസിന്റെ അപ്പുറത്തുള്ള വഴി വെച്ച് നമ്മൾ തമ്മിൽ കണ്ടല്ലോ. അപ്പൊ സാർ ഓടി. ഞാനോ? ആ, ഒരിക്കലില്ല. ഞാൻ ഇന്ന് ഭാർഗവനെ കണ്ടിട്ടേ ഇല്ല. സത്യത്തിൽ
ഞാൻ താലൂക്ക് ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങിയതാ. അപ്പോഴാണ് പെട്ടെന്ന് ഞാൻ ഓർത്തത് ഒരു ഫയൽ എടുത്തില്ലല്ലോ എന്ന്. ആ ഫയൽ എടുക്കാനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. ഞാൻ സാറിനോട് ക്ഷമ പറയാൻ വന്നതാ. എന്തിന്? കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ നിന്ന് ഞാൻ ഇന്നലെ സാറിന് എന്തൊക്കെയോ പറഞ്ഞു. വെറുതെ പറഞ്ഞതാ. സാർ ക്ഷമിക്കണം. 4 മാസം ജയിലിൽ കിടന്നു തന്നെ മതിയായി സാറേ. ഇനി ഈ ജന്മത്തില് ഒരു തല്ലിന് വേണ്ടി ഞാനില്ല. ഒക്കെ നിർത്തി. ഞാൻ സാറിന് തല്ലാൻ നടക്കുകയാണെന്ന് വക്കീല് പോലീസ് സാറിനോട് പറഞ്ഞു. SI ഗോവിന്ദൻകുട്ടി സാർ എന്നെ പൊക്കാൻ നടക്കുക. സാറിന്റെ കാല് പിടിച്ചാ ഞാൻ രക്ഷപ്പെട്ടെ. ഞാനും SI ഗോവിന്ദൻകുട്ടിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഭാർഗവന് ഇപ്പൊ മനസ്സിലായല്ലോ. ഓ സാറേ. ഭാർഗവ, ഇനിയെങ്കിലും മാന്യമായിട്ട് എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കും. ഭാർഗവന് പോയിക്കോളൂ. വലിയ ഉപകാരം സാറേ. പാവം പയ്യൻ. അപ്പൊ ഭാർഗവനെ പേടിച്ച് പ്രാണനും കൊണ്ട് ഓടി വന്നതാണല്ലേ വില്ലേജ് ഓഫീസറെ? എനിക്കതെല്ലാം മനസ്സിലാവുമല്ലോ. രാവിലെ സ്റ്റേറ്റ് ബാങ്കിലെ ദാമോദരൻ സാറിന്റെ ട്യൂഷന്റെ കാര്യം പറഞ്ഞപ്പോ മോഹനേട്ടൻ എന്താനോട് പറഞ്ഞു? എല്ലാ കാര്യങ്ങൾക്കും ഒരു നേരായ വഴിയുണ്ട്, ആ വഴിയിലൂടെ പോയിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഒരു ഗുണ്ട തല്ലൂന്ന് ഭീഷണിപ്പെടുത്തുമ്പോ നേരെ പോയി പോലീസ് പരാതിപ്പെടുക എന്നുള്ളതാണ് നേരായ വഴി. ഞാനത് ചെയ്തു. മോഹനേട്ടനോ ഭാർഗവനെ പേടിച്ച് നാട് മുഴുവൻ ഇങ്ങനെ ഓടി. അതിപ്പോ പെട്ടെന്ന് കേട്ടപ്പോ ഇതല്ല ഞാൻ ഉത്തമനെ വെച്ചിട്ടുണ്ട്. ഉത്തമൻ ഫോൺ ചെയ്ത് പറഞ്ഞാ ഞാൻ പേടിച്ചു പോയത്. ഇനിയിപ്പോ ഉത്തമനെ പറഞ്ഞാ മതി. അപ്പൊ എങ്ങനെയാ, നേരെ ഓഫീസിലേക്ക് പോവാണോ അതോ ക്ഷീണം മാറാനായിട്ടോ ഒരു ഗ്ലാസ് ഹോർലിക്സ് എടുക്കാം? ഹോർലിക്സ് കഴിച്ചാൽ ശരീരത്തിന്റെ ക്ഷീണം മാറാവുന്നതാണ്. പക്ഷേ മനസ്സിനേറ്റ ഭയത്തിന്റെ ക്ഷീണം മാറാൻ ഇതൊന്നും പോരാ എന്നതാണ് സത്യം. എല്ലാ കാര്യങ്ങളിലും നേരായ വഴി ഉപദേശിക്കുന്ന വില്ലേജ് ഓഫീസർ ഇക്കാര്യത്തിൽ ഒളിച്ചോട്ടത്തിന്റെ വഴി സ്വീകരിച്ചതാണ് കുഴപ്പമായതെന്ന് ഓർമ്മിപ്പിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.